എൻ്റെ പൊന്നെ നല്ലൊരു പെടൽ വിട്ടു. എന്താ സംഭവം എന്നറിയോ? ഓക്കെ, ഈ ഒരു 6L50യുടെ ട്രാൻസ്മിഷൻ്റെ ഫുള്ള് റീബിൽഡിങ് കഴിഞ്ഞു. ഇന്നൊന്ന് വർക്ക് തീർക്കാം, നമുക്ക് വാൽബടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് വെച്ചിട്ട് എല്ലാം കൺട്രോൾ മോഡുകളൊക്കെ പീസാക്കി അവിടെ വെച്ചു. അപ്പോൾ അറിയുന്ന നമ്മുടെ മെക്കാനിക്ക് സുഹൃത്തുക്കൾക്ക് ഇത് മനസ്സിലാവും. നോക്കിയേ, ഈ പാക്കിങ് ഇതെങ്ങനെ പൊളിച്ചെടുക്കുക. അതായത് ഇത് വളരെ ഓയിൽ തേച്ചിട്ട് വിടുന്ന ഒരു പാക്കിങ്ങാണ് സെറ്റാക്കുന്നത്. പക്ഷേ ഇതിൽ പിടിച്ചു, കണ്ടില്ലേ, പിടിച്ച് പറ്റതായിപ്പോയി. കാരണം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എറാൾഡൈറ്റ് ഇട്ട് കയറ്റിയിട്ട് ആരോ സെറ്റാക്കിയത് അറിയാത്ത പണിയെടുത്തതാണ്. അതാണ് ഈ വണ്ടി ട്രാൻസ്മിഷൻ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊന്നും കിട്ടില്ല, ഇതിൽ ഓയിൽ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഇത്രയും വലിയൊരു എന്താ പറയുക വിദ്യുത്ത് ആരോ ചെയ്ത് വെച്ചതിൻ്റെ ഫലമായിട്ട് ഇനിയിപ്പോൾ ഈ വാൽബോഡി ചിലപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഈ പാക്കിങ് വരുന്ന ഈ എഡ്ജുകളിൽ ചിലപ്പോൾ സ്ക്രാച്ച് ആകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആയാൽ ഈ കസ്റ്റമർ പെട്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതൊരു എക്സ്പെൻസീവാണ്, വാൽബോഡി വലിയൊരു എക്സ്പെൻസീവാണ്. അപ്പോൾ അതുപോലെ ഇങ്ങനെ ചെയ്യുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ശ്രദ്ധിക്കണം. ഇതിൽ ഗമ്മൊന്നും തേക്കരുത്, പെട്ടുപോകും. കാരണം അത് വെറും ഓയിലാണ് ആഡ് ചെയ്യുക. നോക്കിയേ, ഇത് പെട്ടു. ഇതൊന്നും ഇനി പൊളിച്ചാൽ കിട്ടില്ല, അമ്മാതിരി ടൈറ്റ് ആയിരിക്കും ഇത്. ഇതിൻ്റെ അകത്ത് എങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ ഇങ്ങനെയൊക്കെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഈ വാൽബോഡി പോലത്തെ സാധനങ്ങളിലൊന്നും എറാൾഡൈറ്റ് വല്ല എന്താ പറയുക ഷെല്ലാക്ക് പോലത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. ഇതിപ്പോൾ ഒരു 8ൻ്റെ പണി കിട്ടി. ഇത് ട്രാൻസ്മിഷൻ ഷിഫ്റ്റിംഗ് ഇല്ല പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ്, വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വാൽബോഡി ആരോ പീസാക്കിയതായിരുന്നു. പീസാക്കിയതിൻ്റെ മേലെ എറാൾഡൈറ്റോ ഇതൊക്കെ അടിച്ച് കയറ്റി വാൽ പാക്കിങ് പൊട്ടിച്ച് ഇതിലെല്ലാം പോയി. ഇനിയിപ്പോൾ ഇത് ഒന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണത്. ഇനിയിപ്പോൾ ഈ എറാൾഡൈറ്റ് ഇതിൻ്റെ വാൽവിൻ്റെ ഇടയിലൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും കസ്റ്റമർക്കൊരു എക്സ്പെൻസും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ സുഹൃത്തുക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിന് ഓയിലും ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാറ് കേട്ടോ. ഓയിലാണ് ഈ പാക്കിങ്ങിന് ഉപയോഗിക്കാറ്. അല്ലാതെ നമ്മൾ ഈ വാൽവ് ലീക്കുണ്ട് വെച്ച് എറാൾഡൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് കൂട്ടി മുറുക്കി കഴിഞ്ഞാൽ ലീക്ക് വരാതെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയായൊരു പെടൽ പെടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ബൈ.